ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നോമ്പ് 16ൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത്. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ കാക്കാൻ്റെ അനിയൻ്റെ അവിടെ നോമ്പ് തുറയാണ് കേട്ടോ. പിന്നെ അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതേത് നമ്മൾ 3 മക്കളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ്സിൽ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിക്കുകയാണ്. 3 മണിയായപ്പോൾ ബസ് വന്നിട്ടോ. അങ്ങനെ ബസ് കിട്ടി. ഞങ്ങൾ റിപ്പണിലെത്തിയപ്പോൾ ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുമ്പോഴത്തേന് നല്ല പെരും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബസ്സിൽ പിന്നെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട്, പിന്നെ മൂത്ത താത്തയും മോളും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ 3 മക്കളും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി അവിടുന്ന് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് പോയി. നല്ല നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിട്ടോ. അപ്പോൾ പിന്നെ ഒരുവിധം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സമൂസയൊക്കെ ഒരു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കോഴി പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനെല്ലാം മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം പണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താത്ത കേട്ടോ മന്തി വെക്കണത്. മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഇറച്ചിക്കടയാണ് തോന്നണം കേട്ടോ. എനിക്ക് അതൊന്നും അറിയില്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലുമില്ല. ഞാൻ അധികം തിന്നിട്ടുമില്ല കേട്ടോ. ഞാനതങ്ങനെ അപ്പോൾ ഇതേ പഴംപൊരി പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വേഗം പൊരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ കോഴിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ സമൂസൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പത്തിരിക്ക് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ നമുക്ക് വേഗം പൊരിച്ചെടുക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. ബാക്കി ഒരുവിധം പണിയൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടല്ലേ പോയതോ. പിന്നെ നമ്മൾ തന്നെ നിന്നിട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ലാണ്ട് ഞാൻ അങ്ങനെ പൊരിക്കാനും പിന്നെ ആദ്യം നമ്മൾ പഴംപൊരിയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ സമൂസയും പൊരിച്ചെടുത്തിട്ടോ. പിന്നെ ഇത് താത്ത മന്തിക്കുള്ള മസാല റെഡിയാക്കാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ഇട്ടും പോലെ അങ്ങനെ കേട്ടോ താത്ത വെക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ബീഫിൻ്റെ കറി തേങ്ങ അരച്ച് വെച്ച കേട്ടോ. പത്തിരിക്കുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കോരിങ്ങാണ്ട് ഇങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കി. പിന്നെ എല്ലാതും ഇവിടെ ഒരുവിധമൊക്കെ റെഡി ആയിട്ടോ. പിന്നെ കോഴിയൊക്കെ അത്യാവശ്യം നല്ല പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മളെ പഴംപൊരി അങ്ങനെ എല്ലാതും ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓളെ അമ്മയും ഓളെ അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുവിധം പണികളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അധികം പണിയൊന്നും ഇല്ലേനു. അപ്പോൾ പിന്നെ നമ്മൾ പൊന്നൂസും പിന്നെ അനിയൻ്റെ വൈഫും മക്കളും എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ഇവിടെ നല്ല മഴ ചെയ്തിരിക്കണം. ഞങ്ങൾ വന്ന സമയത്തൊക്കെ നല്ല മഴയാണ്. പിന്നെ ഇവിടെ ഒട്ടും കറണ്ടും ഇല്ല കേട്ടോ. ഇതാണ് അനിയൻ കേട്ടോ. അനിയൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ പൊരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ താത്തേനെ ചോറ് വെക്കണം. പിന്നെ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മന്തിയല്ലേ അവിടെ പിന്നെ ഒന്ന് തിളപ്പിച്ച് ചുറ്റിങ്ങാണ്ട് അതും ദമ്മിടാനെല്ലാം ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ഇത് എൻ്റെ അമ്മ അങ്ങനെ വീഡിയോയിലൊന്നും നിൽക്കലില്ല കേട്ടോ. പിന്നെ ഇത് അനിയൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ. അവളാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് വരുമില്ല കേട്ടോ. കാരണം എന്താണെന്നറിയില്ല, എൻ്റെ അമ്മ എന്തോ ഒരു ഭാഗ്യത്തിന് ഒക്കെ പറ്റിയിരിക്കണം കേട്ടോ. മറ്റേത് ഞാനൊന്നും ചെന്ന് എൻ്റെ അടുത്തേക്ക് വരിക തന്നെയല്ല കേട്ടോ. എത്ര കൈയാട്ടിയാലും എനിക്കാണെങ്കിൽ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇപ്പോൾ നമ്മൾ പൊന്നൂസാണ്ടത് പൊന്നൂസ് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല കേട്ടോ. പൊന്നൂസ് ആരെ കൂടെയും വരും കേട്ടോ. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടീനെ അങ്ങനെ കളിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓളെ എടുത്ത് അങ്ങനെ കളിപ്പിക്കണം കണ്ടുകൊണ്ട് ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ. എൻ്റെ ഉമ്മാനെ ഒന്ന് പെട്ടോട്ടോ വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ ചെയ്തുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ കാണാൻ. നല്ലൊരു വെളിച്ചമില്ലാത്തൊരു ഇത് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ നല്ലത് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓര് വന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വത്തക്ക ജ്യൂസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കറണ്ട് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇടങ്ങേറ് കേട്ടോ. അപ്പോൾ പിന്നെ 6 മണിയൊക്കെ ആയപ്പോൾ എന്താക്കി നമ്മൾ മേശമ കൊടുന്ന കണ്ടതൊക്കെ സെറ്റാക്കി വെക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ പായൊക്കെ വിരിച്ചും കണ്ട് അതിലേക്ക് അങ്ങനെ വെക്കാനെല്ലാം ഉണ്ടാവുള്ളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ താത്ത ഇവിടെ മന്തിൻ്റെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെയും വന്ന് കണ്ടൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. കാരണം ഇത് പുറകിലാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മേശമേലൊക്കെ കൊണ്ടോ എല്ലാം കൊടുന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ കടികളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ ജ്യൂസൊന്നും ഇവിടെ കൊടുന്ന് പരത്തി വെച്ചിട്ടില്ല കേട്ടോ. കാരണം അത് പായിൽ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇവിടെ ജ്യൂസൊക്കെ പാർന്ന് വെക്കാൻ കേട്ടോ. നല്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റവും കടികളായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവർ 45ഓളം ആൾക്കാരെന്തുണ്ട് തോന്നണം കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ ഇവിടെ ഇരുന്ന് കണ്ട് ഇങ്ങനെ സോഫയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മൊബൈലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മോനൊക്കെ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പിന്നെ ഫോൺ കിട്ടിയാൽ മതിയല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കേട്ടോ. പിന്നെ ഇതാക്കണം പായ് എല്ലാവർക്കും വിരിച്ചങ്ങാണ്ട് എന്താക്കി എല്ലാ ജ്യൂസും തരിയും പിന്നെ 2 തരം ജ്യൂസ് ഉണ്ട്, വത്തക്കയുടെ മാംഗോ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇനി നോമ്പ് തുറക്കല്ലതിലിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ ബാങ്ക് കൊടുക്കും.
അങ്ങനെ പിന്നെ എന്തൊക്കെ ബാങ്ക് കൊടുത്തിട്ട് എല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടോ. കാരണം പിന്നെ ആ ടൈമിന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ നോമ്പ് തുറക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടാണ് ഈ സംസാരം. അപ്പോൾ കുറച്ച് റെസ്റ്റ് എന്തായാലും വേണമല്ലോ. പിന്നെ ഗ്ലാസും പിന്നെ പ്ലേറ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനെ കഴുകാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ നല്ല സന്തോഷം കേട്ടോ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു രസമല്ലേ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ. നമ്മൾ കാണാത്തവരും ഉണ്ട് കണ്ടവരും ഉണ്ട്, എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഒരു രസമാണ് കേട്ടോ. എനിക്കും എൻ്റെ മൂത്ത താത്താക്കൊക്കെ കൂടെ സ്റ്റെപ്പുമ്മല കേട്ടോ സീറ്റ് കിട്ടിയത് നോമ്പ് തുറക്കാൻ. അത് പറയാൻ മറന്നു പോയതാട്ടോ. എന്തായാലും പിന്നെ അവിടെ ഇരുന്നിട്ട് കേട്ടോ ഞങ്ങൾ നോമ്പ് തുറന്നു. അത്രയും ആൾക്കാരുണ്ടായതുകൊണ്ട് സ്ഥലമില്ലാഞ്ഞിട്ടാണ് കേട്ടത്. അപ്പോൾ ദേ പിന്നെ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ പോയവരൊക്കെ വന്ന് പിന്നെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ നിന്നിട്ട് നിസ്കരിച്ചത്. പിന്നെ കുറച്ച് ആളുകളൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഹാളിൽ നിന്ന് എല്ലാവരും നിസ്കരിച്ചും ചെയ്തിട്ടോ. പിന്നെ അത് നമ്മളെ മന്തി പിന്നെ നമുക്ക് പിന്നെ റെഡിയാക്കുകയാണ് കേട്ടോ. ഒന്നുകൊണ്ട് അടിയൊക്കെ ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ അനിയനാണ് കേട്ടോ ഇളക്കണത്. പിന്നെ ഇതിലൊരാളെ കുറവുണ്ട് കേട്ടോ. പിന്നെ മൂത്ത കാക്കാൻ്റെ ഒരു കുറവുണ്ട്. കാക്ക ഇപ്പോൾ ഗൾഫിലാണ്, പിന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ആൾ എന്തായാലും ഈ ഇളക്കണതിനൊക്കെ ആളായിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ദേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താക്കുക അടുത്ത ട്രിപ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടോ. കാരണം വന്ന ആളുകൾക്കൊക്കെ പോകേണ്ട ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ലേറ്റായി പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ തിരിച്ചു പോകേണ്ട ആളുകളുണ്ട്. കാരണം ഞങ്ങളടക്കം തിരിച്ചു പോരേണ്ട ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പിറ്റേന്നൊക്കെ എക്സാമൊക്കെ ഉള്ള ഇത് കാരണം ഞങ്ങൾക്കൊക്കെ പോരണം കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കിയത് നമുക്ക് ചോറ് വിളമ്പാല്ലേ പിന്നെ റെഡിയാക്കണ ഒരു തിരക്കിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുത്ത് പിന്നെ ഭക്ഷണമൊക്കെ വിളമ്പി എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ പായലും മേശമേലൊക്കെ ആയിട്ട് അങ്ങനെ ഇരുത്തിട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പെണ്ണുങ്ങളൊന്നും ഇരുന്നില്ല, ആണുങ്ങൾ മാത്രമേ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അവരത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങളൊക്കെ ഇരിക്കണത്. അപ്പോൾ ദേ പിന്നെ പെണ്ണുങ്ങൾ കുറച്ച് മേശമേൽ ഇരുന്നിക്കണം, ഞങ്ങളൊക്കെ പിന്നെ നിലത്താട്ട് ഇരുന്നത്. അപ്പോൾ ദേ കണ്ട് നമ്മളൊക്കെ നിലത്താണ് ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് റാത്തായിട്ടോ. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താക്കി ഉമ്മാൻ്റെ കൂടെ ഞാനും തറവാട്ടിലേക്ക് പോയി കണ്ട് അവിടെ കാക്കാൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറിയിട്ട് അങ്ങനെ പോരാണ്ട് അവിടെ ഡ്രസ്സ് കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ വെഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് തന്നെ അങ്ങനെ ഒരു നോമ്പ് അത് ഉണ്ടാക്കി നന്നായതുള്ളൂ കേട്ടോ. കാരണം നല്ലൊരിതാണ്. അത് എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് വെച്ചാൽ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ നല്ല സന്തോഷമായിട്ട് അതൊക്കെ നടന്ന് കഴിഞ്ഞ് കിട്ടിട്ടോ. അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളൂ നോമ്പ് 16ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ.